CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തിരഞ്ഞെടുപ്പ് തോൽവിയും സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റവും ഇഴകീറി പരിശോധിക്കാനാണ് തീരുമാനം. ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിക്കും. കഴിഞ്ഞ 2 ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചിരുന്നു. കെ രാധാകൃഷ്ണന് പകരമുള്ള മന്ത്രിയെയും യോഗത്തിൽ തീരുമാനിക്കും. വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. സുനിഷ, അവിടെ ചാറ്റൽ മഴ പെയ്തു പോയെങ്കിലും പാർട്ടിയിൽ അന്വേഷണത്തിൻ്റെ ഒരു ചൂടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മരം തോന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് പാർട്ടിയിലെ അവസ്ഥ. ഓരോ ബൂത്തിൽ നിന്നുമുള്ള കാര്യങ്ങൾ ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ സമിതിയിൽ ചർച്ച ചെയ്യപ്പെടുക. ഇനി സമിതി കൂടിയതിനു ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് കൂടിയായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക? പ്രധാനമായും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എങ്ങനെ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നതായിരിക്കുമോ രാഷ്ട്രീയമായ ചർച്ച, UDF-ലേക്ക് പോകുന്നതിനും അപ്പുറം? തീർച്ചയായിട്ടും അരുൺ, അത് തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയവും. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ആദ്യമുള്ള സംസ്ഥാന സമിതി യോഗമാണ്. കൃത്യമായി എന്താണ് തോൽവിയുടെ കാരണം എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും ഈ മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ എന്താണ് വോട്ട് ചോർച്ചയ്ക്കുണ്ടായ കാരണം എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമായും പറഞ്ഞതുപോലെ കേഡർ വോട്ടുകളിൽ വലിയ രീതിയിലുള്ളൊരു ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച പ്രധാനമായും നടന്നു. അത് BJP-യിലേക്ക്, അടിസ്ഥാന വോട്ടുകൾ പോലും BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം, എന്താണ് അത്തരത്തിൽ വോട്ട് മാറ്റപ്പെടാനുള്ള കാരണം എന്നത് അടക്കമുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് നിലവിൽ ഇഴകീറി പരിശോധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ ഈ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ അടക്കം എവിടെയാണ് കുറഞ്ഞത്, എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം എന്നതടക്കമുള്ള റിപ്പോർട്ട് യോഗത്തിൽ കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസവും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായ പരിശോധന നടത്തിയത്. ഏതായാലും ഇന്ന് ഈ 3 ദിവസമാണ് സംസ്ഥാന സമിതി ചേരുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടി എന്ത് എന്നുള്ളത്. ഒപ്പം തന്നെ തിരുത്തൽ നടപടി, ഈ സംഘടനാ തലത്തിൽ തിരുത്തൽ നടപടി വേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇന്നത്തെ സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മാർഗനിർദ്ദേശം, തിരുത്തലിനായി ഒരു മാർഗനിർദ്ദേശം തയ്യാറാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. പ്രധാനമായും ഒരുപക്ഷെ കഴിഞ്ഞ ഈ CPI യോഗങ്ങളിലടക്കം ഉയർന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, ഭരണവിരുദ്ധ വികാരം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ തോൽവിക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്ക് തന്നെ രംഗത്ത് വന്ന ഈ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്, ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതടക്കം ഇതിന് കാരണമായിട്ടുണ്ട് എന്നതുകൂടി പറഞ്ഞിരുന്നു. കൃത്യമായും അതുകൂടി എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് ഏതെങ്കിലും തരത്തിൽ ഈ പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ വൈകിയതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ടോ എന്നത് CPM പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തിരുത്തൽ നടപടി എന്നോണം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു തിരുത്തൽ നടപടി എന്നത് തന്നെയായിരിക്കും CPM ആലോചിക്കുന്നത്. അത് എങ്ങനെ വേണം എന്നതാണ് ഇനി ആലോചിക്കേണ്ടത്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഏതായാലും ഇന്നത്തെ CPM സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ അന്തിമ തീരുമാനമെടുക്കുന്നത് അതിനുശേഷമായിരിക്കും. ഒപ്പം തന്നെ വലിയ രീതിയിൽ വോട്ട് ചേർന്ന ചില ഇടങ്ങളുണ്ട്. ഈ പത്തനംതിട്ട പോലുള്ള ഇടങ്ങളിലടക്കം വലിയ രീതിയിൽ വോട്ട് ചോർച്ച നടന്നിട്ടുണ്ട്. അവിടെ ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പഠനം നടത്താൻ, എന്താണ് ഇവിടുത്തെ അടിസ്ഥാന വോട്ടുകൾ പോലും ചോരാനുള്ളൊരു കാരണം എന്നത് പഠിക്കുക എന്നത് തന്നെയാണ് CPM ആലോചിക്കുന്നത്. അത്തരത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നൊരു ആവശ്യം സെക്രട്ടേറിയറ്റിൽ തന്നെ ഉയർന്നിരുന്നു. അങ്ങനെയെങ്കിൽ അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സമിതി യോഗത്തിലും തീരുമാനമെടുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരത്തിൽ എന്താണ് ലോക്സഭയിലെ തോൽവിക്ക് കാരണം, ഈ കനത്ത തോൽവി, നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ തോറ്റു, ഇനി തോൽവിയുടെ കാരണം എന്താണ് എന്ന് പരിശോധിക്കുക എന്നതാണ്. ഏതായാലും അത് തന്നെയാണ് പാർട്ടി കടന്നിരിക്കുന്നത്. എന്താണ് തോൽവിക്ക് കാരണം, എവിടെയാണ് കേഡർ വോട്ടുകൾ പോയിട്ടുള്ളത്, അതിനുള്ള കാരണം എന്താണ്? പ്രധാനമായും ഈ BJP-യുടെ വോട്ട് വിഹിതം കൂട്ടിയത് അത് ഗൗരവകരമായ കാര്യമാണ്. ഒപ്പം ഈ കേഡർ വോട്ടുകൾ ഈ BJP-യിലേക്ക് പോയത് അത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധന, അന്വേഷണം എന്നത് തന്നെയാണ് ആ പാർട്ടി തീരുമാനിക്കുന്നത്. ഏതായാലും അതിനുള്ള ഒരു തിരുത്തൽ മാർഗരേഖയടക്കം തയ്യാറാക്കാനുള്ള നടപടികളിലേക്കും പാർട്ടി കടന്നിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ ആലത്തൂരിൽ നിന്ന് ജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് സ്ഥാനമൊഴിയുകയാണ്, രാജിവെക്കുകയാണ്. അപ്പോൾ അതിന്റെ സ്ഥാനത്തേക്ക് പകരം മന്ത്രി ആര് എന്നൊരു തീരുമാനവും സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും. അരുൺ, ഓക്കെ, താങ്ക് യു സുനിഷ അയ്യല്ലൂർ. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സമിതി ഇന്ന് കൂടും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സമിതിയും വിശദമായി ചർച്ച ചെയ്യും എന്നുള്ളതാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, CPM പാർട്ടിയെക്കുറിച്ച് ഒരു കാലത്ത് MN വിജയ മാഷ് പറഞ്ഞിരുന്നു, ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല.
അന്ന് തോമസ് ഐസക് മാഷിൻ്റെ മറുപക്ഷമായിരുന്നല്ലോ എം എൻ വിജയൻ. അപ്പോൾ തോമസ് ഐസക് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, പാർട്ടിക്കാരുടേത് മാത്രമല്ല ജനങ്ങളുടേതു കൂടിയാണ്. ജനങ്ങളെ കേൾക്കാൻ പാർട്ടിക്ക് കഴിയണം. ജനങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരെതിരഭിപ്രായം പറയുമ്പോഴും അത് കേൾക്കാൻ കഴിയണം എന്നുള്ളതാണ്. ആ പാർട്ടിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല വിലയിരുത്തലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും ഇത് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ പോയാൽ പാർട്ടിയുണ്ടാവും, അണികളുണ്ടാവില്ല, ജനങ്ങളുണ്ടാവില്ല. അതാണ് ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത്. ജനങ്ങളുടേതാണ് പാർട്ടി, പാർട്ടിക്കാരുടേതല്ല പാർട്ടി എന്ന ഓർമ്മയുണ്ടാവണം എന്നുള്ളത്. അവിടെ പ്രതിച്ഛായയൊക്കെ പ്രധാനപ്പെട്ടൊരു വിഷയമാണെന്നേ. രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് രക്ഷാപ്രവർത്തനമല്ല എന്ന് കണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ പാർട്ടി സമീപിക്കേണ്ടത് ജനങ്ങളുടെ പക്ഷത്ത് നിന്നാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്